വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാൻ നിങ്ങളുടെ സ്വന്തമായി ലക്ഷിക ആൻഡ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ്, അതും ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് എങ്ങനെ സർവൈവ് ചെയ്യുന്നു. ഞാൻ ഒരു ദിവസം സർവൈവ് ചെയ്ത് കഴിഞ്ഞു. ഇന്നലെ വൈകിട്ട് എൻ്റെ 2 ഫ്രണ്ട്സ് പഞ്ചാബിൽ പോയി, 2 ഫ്രണ്ട്സ് ഡൽഹിയിൽ പോയി, അവർ തിരിച്ചു വന്നിട്ടില്ല. ഇനി വന്നോന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ഡോറ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങി, ഡോറ് ഞാൻ ലോക്ക് ചെയ്തായിരുന്നു കടന്നത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു വരുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആവും. ലൈഫിൽ ഒറ്റയ്ക്കാവുന്നത് എനിക്ക് പുതിയ കാര്യങ്ങളൊന്നും അല്ല, പക്ഷേ ഈ ഒരു ഫ്ലാറ്റ് വന്നിട്ട് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നത് എനിക്കൊരു പുതിയ കാര്യമാണ്. അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല. എന്തുണ്ടാവാനാണ്, അല്ലെങ്കിൽ തന്നെ എന്നെ കൊണ്ടുപോയിട്ട് ആർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. 2 മിനിറ്റിനുള്ളിൽ തിരിച്ചു കൊണ്ടുവരും. ഞാൻ ഈ തെറ്റി സംസാരിക്കുന്ന എൻ്റെ വേൾഡ് ക്ലിപ്പ് എളുപ്പമുണ്ട്. രാത്രി ഞാൻ പല്ലിൽ ക്ലിപ്പ് ഇടാറുണ്ട്. സോ അപ്പോൾ അതാണ് ഇങ്ങനെ തെറ്റി സംസാരിക്കുന്നത്. നമുക്ക് പല്ലൊന്നും തേച്ചിട്ടില്ല. പല്ല് തേക്കുമ്പോൾ നമുക്ക് ക്ലിപ്പൊക്കെ ഊരാം. അപ്പം രാവിലെ എണീറ്റു. എനിക്ക് നന്നായിട്ട് വീട് ഉറക്കം വരുന്നുണ്ട്. പക്ഷേ ഇന്ന് സാറ്റർഡേ ആയിട്ടും എനിക്കൊന്ന് കോളേജിൽ പോകണം. നമ്മൾ ജിഷ്ണുവിനെ വിളിച്ചിട്ടുണ്ട്. കുറച്ച് പെയിൻറ്റ് വാങ്ങി എനിക്ക് അവിടെ ഏൽപ്പിക്കാനുണ്ട്. ഞങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അത് ഞാൻ ഓവർനൈറ്റ് ഓട്സ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതുണ്ടായിരിക്കും. അത് കഴിക്കാം നമുക്ക് രാവിലെ. ഉച്ചക്കത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. കാരണം ഞാൻ വെജിറ്റബിൾ സാധനങ്ങളൊക്കെ ഇഷ്ടമുണ്ട്. സോ നമുക്ക് അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ കുക്കിങ്ങൊന്നും നന്നായിട്ട് അറിയില്ല, പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും. ഇറ്റ്സ് ബെറ്റർ ദാൻ ഈറ്റിംഗ് ഫ്രം ഔട്ട് സൈഡ്. ബിക്കോസ് ഇവിടുന്ന് പുറത്തുനിന്ന് കഴിക്കുന്നവർക്ക് എല്ലാം ഫുഡ് പോയ്സൺ ആണെന്നുണ്ട്. ഇവൻ എനിക്കും കൂടി വന്നത് ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം കഴിഞ്ഞ് ഇരിക്കുകയാണ്. ആളുകളോട് അധികം സംസാരിക്കാതിരിക്കുന്നതിനാണ് ഇഷ്ടം കേട്ടോ. എനിക്കറിയില്ല, സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇൻട്രോവേർട്ടഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ ആംബിവേർട്ടും ആണ്. ഞാൻ സംസാരിക്കാറുമുണ്ട്. കമ്പയർഡ് ടു മൈ റൂംമേറ്റ്സിനെ സംസാരിക്കാറുണ്ട്. പക്ഷെ എനിക്ക് സംസാരിക്കുന്നത് ഇഷ്ടവുമല്ല. എനിക്ക് ആളുകൾ അധികം കാണുന്നത് ഇഷ്ടമല്ല. എല്ലാവരും വിചാരിക്കും എനിക്ക് ജാടയാണ്, പക്ഷെ ജാടയല്ല ഇത്. മേ ബി സോഷ്യൽ ആൻസൈറ്റി ആണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ എനിക്കിതുവരെ പറ്റിയിട്ടില്ല. ഞാൻ ഇതിന് മാത്രം ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് മാത്രമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെന്നെ ജഡ്ജ് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടാവും. മേ ബി നിങ്ങളെന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ ഞാനത് കാണുന്നില്ലല്ലോ. നിങ്ങൾ ഒരിക്കലും ഞാൻ നേരി കാണുന്നില്ലല്ലോ. നിങ്ങളെന്നെ ഈ വീഡിയോയിലൂടെ കാണുന്നതല്ലേ ഉള്ളൂ. ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പോയി പണി നോക്കാം. ആദ്യമേ പല്ല് വെച്ചിട്ട് വരാവേ. ഓക്കെ, അപ്പോൾ നമ്മൾ പല്ലൊക്കെ തേച്ചു. അപ്പം ഞാൻ ഓട്സ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെന്ന് പറയില്ല. നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഞാൻ ഇതിലൊരു ആപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ആകും. വന്നിട്ടും വയറ് നിറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മളിലൊരു ഇപ്പം ഇരിപ്പുണ്ട്, കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ട്. സോ നോക്കട്ടെ. വലിയ അണ്ടാവിൻ്റെ അകത്ത് ഇത്രയും കൂടി ഇനി വേറെ പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ആപ്പിൾ കട്ട് ചെയ്ത് നമുക്ക് ഈ ഓട്സിൻ്റെ അകത്ത് ഇടാം. സോ കുറച്ച് എന്താ പറയുക, കുറച്ചിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ഉണ്ടെന്നാവും. കോഫി കുടിച്ചാലോ? കോഫിയൊക്കെ അല്ലേ. ഒരു ആപ്പിളിന് 35 rupees ഹിയർ. അതുകൊണ്ട് നമുക്ക് ആപ്പിളിനെ മുറിച്ച് കഴിക്കാം. ആപ്പിൾ ഈസ് ഗുഡ് യാർ. ഹോസ്റ്റലിലായിരുന്നപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. കാരണം ഇങ്ങോട്ടൊക്കെ വന്നത് സത്യത്തിൽ ഹോസ്റ്റൽ ലൈഫ് സുഖമായിരുന്നു ഗൈസ്. ഒന്നും അറിയണ്ട. അവരുടെ മെനു നോക്കി രാവിലെ നിന്നിരുന്നാൽ മതി. പാത്രം പോലും കഴിയണ്ട അവിടെ. ഇതുവരെ വന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ ഒറ്റയ്ക്കാണ് സർവൈവ് ചെയ്തത്. ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ്. ആപ്പിളെല്ലാം അരിഞ്ഞിട്ട് നമുക്കിന്ന് ഇത് കഴിച്ച് ഇവിടെ രാവിലെ വയറ് നിറയ്ക്കാം. കോഫി വെക്കണമെങ്കിൽ പാലെടുത്ത് പുറത്ത് വെക്കണം. ഞാൻ പാല് ഫ്രീസറിൽ വെച്ചിട്ടായിരിക്കും സാധാരണ കിടക്കാറല്ലേ. പാലിപ്പം കുറച്ച് നാളത്തേക്ക് ഇരിക്കും. ഞാൻ അങ്ങനെ എപ്പോഴും പാല് യൂസ് ചെയ്യാറില്ല. നാളെ ഇനി ഓട്സ് ഉണ്ടാക്കണമെന്ന് ഞാൻ ആലോചിക്കാം. ബിക്കോസ് ഓൾറെഡി നമുക്ക് ബ്രെഡൊക്കെ ഉണ്ടല്ലോ. മതി. നല്ല മധുരമുള്ള ആപ്പിൾ. പൊട്ടിക്കാനിട്ട് വയ്യ. അവൾ മിക്സ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഐസ് കുടിച്ച് ഇതെന്തത് പാലാണ്. ഒരു 2 നേരത്തേക്കുള്ള പാലുണ്ട് എനിക്ക് മാത്രം. ഞാൻ അടുക്കളയിൽ നിന്ന് പോകുന്നു. അവിടുത്തെ ആ മണവും സഹിച്ചൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഛർദ്ദിക്ക് ഞാൻ. റൂമിലിരിക്കാം. അയ്യോ, ആപ്പിൾ ആപ്പിൾ ആപ്പിൾ. അതും ഈ ഓവർനൈറ്റ് ഓട്സ് ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. ബിക്കോസ് ആരോ വന്നു വേസ്റ്റ് എടുക്കാൻ അപ്പാപ്പം വന്നതാ. ഓക്കെ, ഓവർനൈറ്റ്സ് അപ്പോഴത്തെ പറയുന്നത് ഓവർനൈറ്റ്സ് ഓട്സ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. ബിക്കോസ് അധികം പണിയൊന്നുമില്ല. നമ്മുടെ വയറ് നല്ലപോലെ ഫില്ല് ചെയ്യും. സോ എനിക്കിതിപ്പോൾ ഇഷ്ടമാണ്. ആൻഡ്
നമ്മൾ നന്നായിട്ട് ഇന്ന് നാളെ ഫുഡ് കഴിക്കും. ഇപ്പം ഞാൻ കഴിക്കുന്നുണ്ട് ഫുഡ് അത്യാവശ്യം. ഒരിടയ്ക്ക് ഒന്നും കഴിക്കാണ്ട് ഭയങ്കര ഞാൻ ക്ഷീണിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ക്ഷീണിക്കുകയാണ് വേണ്ടത്, പക്ഷേ ഹെൽത്തി ആയിട്ട് എനിക്ക് മൺഡേ തൊട്ട് ജിമ്മിന് പോയാൽ കൊള്ളാവുന്നുണ്ട്. അതിന് മുന്നേ എനിക്കൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. ബിക്കോസ് ടൈം മാനേജ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. ക്ലാസ് ഉണ്ടല്ലോ നമുക്ക്, അപ്പം നമുക്ക് അതുമായിട്ട് ടൈം സെറ്റ് ചെയ്യണം. കുറച്ച് ഫുഡിൻ്റെ കാര്യത്തിൽ ഫുഡും നമുക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റത്തില്ല. വാരി വെച്ച് കഴിഞ്ഞാൽ നല്ല ഡയറ്റ് തുടങ്ങുകയാണ്. ഒരു ഗോൾ സെറ്റ് ചെയ്യണം. കാരണം എനിക്കിപ്പോൾ വേറെ പണിയൊന്നുമില്ല ഇവിടെ, എനിക്ക് പഠിച്ചാൽ മതി. സോ എൻ്റെ ഹെൽത്തിന് വേണ്ടി ചെയ്യുന്നത് എനിക്ക് വേറെ വലിയ ബോർഡറായിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ. ഗൈസ്, ഹണി ഉണ്ടായിരുന്നു, ഒഴിക്കാൻ മറന്നു. മധുരമില്ല, ഇറ്റ്സ് ഓക്കെ. അപ്പം നമുക്ക് ഫുഡ് അപ്പം മൺഡേ തൊട്ട് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേസ് ഞാൻ മൺഡേ തൊട്ട് ഡയറ്റാണ്. ഞാൻ ബിഗ് ബാസ്ക്കറ്റിൽ ഇനി ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യണം. കുറേ സാധനങ്ങൾ മനസ്സിലിങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ഓർത്തു കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാമെന്ന്. കാരണം വൈകിട്ട് നമ്മൾ ഇപ്പം കോളേജിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഇനി എപ്പോഴാണെന്ന് അറിയില്ല. വരുമ്പോൾ നേരെ കറി വെച്ചാൽ മതിയല്ലോ. നമുക്ക് ഞാൻ വീട്ടിലിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു തക്കാളി വെച്ചുള്ള കറി. പക്ഷെ അത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. എന്നാലും നമുക്ക് സാധാ കറി വെക്കുന്നതിൻ്റെ പ്രോസസ്സിൽ അങ്ങ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ആട്ടെ, ഞാനല്ലേ കഴിക്കുന്നുള്ളൂ. അതും ഒരു പച്ചമുളക് മതി, ഇത്രയും മതിയായിരിക്കും എന്ന് തോന്നുന്നു. ഒരു നേരത്തേക്ക് പോരെ, ഇത് മതി. പറ്റില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. നമ്മൾ ഫ്ലാറ്റ് ലൈഫിൽ വരുന്നതിന് മുന്നേ ആരും കോച്ചിങ് ക്ലാസ്സിൽ പോയി ഫ്ലാറ്റ് ലൈഫ് ഇങ്ങനെയാണ് അങ്ങനെ ഒന്നും പഠിച്ചിട്ടല്ലല്ലോ നമ്മൾ വരുന്നത്. ഫസ്റ്റ് നമുക്ക് ഓണിയൻ കട്ട് ചെയ്യാം ഗൈസ്. ഇതൊക്കെ കാണിച്ചിട്ട് ആവശ്യമില്ല. ഇതിൽ നല്ല കുക്കിംഗ് വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതൊന്നും കണ്ടിട്ട് ഇനി ആരും ഉണ്ടാക്കാനൊന്നും നിൽക്കല്ലേ. ഇതാണ് സർവൈവിങ് ഫുഡ്. എങ്ങനെ സർവൈവ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ എനിക്ക് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സന്തോഷത്തോടെ കഴിയുമോ. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ എന്ന് ഓർത്തിട്ട് കുഴയ്ക്കും. ഇപ്പോൾ കണ്ടോണം വെട്ടിക്കണ്ടിച്ച് ചെയ്താൽ. പണ്ടേ അങ്ങനെയാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറയാറുണ്ട്. ഉള്ളി അരിയാൻ പറഞ്ഞാൽ വെട്ടിക്കണ്ടിച്ചിട്ടുന്നൊരു സാധനമാണ്. അറിയത്തില്ല ഇപ്പോഴും. അപ്പം ഞാൻ ഇതൊന്ന് അരിയട്ടെ ഗൈസ്. അതെല്ലാം കാണിക്കാൻ നിന്ന് നിങ്ങളാരും അത് അരിയുന്ന കാര്യം. അപ്പം ഇത് അരിഞ്ഞ് വെക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് പോയി ഒരുങ്ങാം. എന്നിട്ട് നമുക്ക് ജിഷ്ണുവിനെ അടിച്ചിട്ട് പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, വെറൈറ്റിക്ക് നമുക്ക് തക്കാളി ചോറ് ഉണ്ടാക്കിയാലോ. എനിക്കറിയത്തില്ല, ഈ മസാല ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടേ നമുക്ക് ഹാഫ് വെന്ത ചോറ് എന്നിട്ട് ബാക്കി എന്നിട്ട് വേവിച്ചാലോ. അപ്പോൾ തക്കാളി ചോറ് അറിയത്തില്ല, എനിക്കറിയില്ല. ഞാൻ എന്താ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കട്ട് ചെയ്തു, തക്കാളി മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരുങ്ങാം. ഗൈസ്, ഐ ബീറ്റ് കോഫി കണ്ടാൽ ആർക്കും അറിയാമല്ലോ. അത് കാണിക്കണമായിരുന്നു വേണ്ടല്ലേ. മധുരം കുറച്ചായിട്ട് ഞാൻ മധുരം ഉപേക്ഷിക്കുക. പക്ഷെ ചോക്ലേറ്റ് കുറേ കഴിക്കും. മധുരമുണ്ട്, കഴിക്കുന്നു. കുറേ പൊടി ഇട്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഒപ്പിക്കാണ്ട് ഞാൻ ഒതുങ്ങൂല. വിളിച്ച് പോകാം. ഇപ്പം തന്നെ 10:56. സോ പോയിട്ട് വരാം. ഓക്കെ, നമ്മളങ്ങനെ റെഡിയായി ഗൈസ്. എല്ലാവരും റെഡി ആയില്ല. കുറച്ച് സൺസ്ക്രീൻ വരുത്തി വെച്ച് മുടിയൊക്കെ ഇരിക്കുന്നത് നോക്കിയത്. ഇത് ഇവിടെ കണ്ണാടി ഇല്ല. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഒരുങ്ങാൻ കണ്ണാടി ഇല്ല. ഞാനൊരു ഊഹാഭോഗത്തിന് പിന്നെ പൊട്ട ഇവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒന്ന് ഒരുങ്ങി വെച്ചേക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിട്ട് ഷർട്ടൊക്കെ എടുത്തിട്ടു. കാരണം ഇപ്പം ഞാൻ ചൂടെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കഴുകിയിടണം. പിന്നെ ഫുൾ ക്ലീൻ ചെയ്ത് ഫുൾ ഒതുക്കണം. നാളെ ഞാൻ ഒരു പണിയും ചെയ്യില്ല. നാളെ ഫുഡ് മാത്രമേ ഉള്ളൂ. ഒരു പണിയും ചെയ്യില്ല. കാരണം വന്നിട്ട് കുളിച്ചിട്ട് എല്ലാ പണിയും ഞാൻ കുളിച്ചിട്ട് വർക്ക് ചെയ്യണം. ഗൈസ്, ജിഷ്ണു വരില്ല എന്ന് പറഞ്ഞു. സോ നമുക്കിനി ഇർഫാൻ്റെ ഫ്ലാറ്റിൽ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ആരെങ്കിലും നമ്മളെ കൊണ്ടുപോയേ പറ്റും. സോ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ്. ഗൈസ്, നമ്മളെ വൈഭവം കൊണ്ടുപോവാണ്. നമ്മൾ കിങ്സ്ബറിയിലേക്ക് പോവാം. നമുക്ക് പെയിന്റ് കിട്ടും. നല്ല ചൂടാണ്. വണ്ടി കുറച്ച് നേരം പുറത്തിട്ടപ്പോൾ തന്നെ ഇരിക്കാൻ വയ്യ, പൊള്ളുന്നു. നമ്മളിനി പെട്രോൾ അടിച്ചിട്ട് നേരെ കോളേജിലേക്ക് പോയിട്ട് കൊടുക്കുക. പണി കഴിഞ്ഞു. സോനിപ്പത്തിലെ പൊടി മൊത്തം എൻ്റെ മുഖത്തൊന്നും എനിക്കത് കാണാൻ പറ്റും. എനിക്ക് തിളങ്ങുന്നു എൻ്റെ കൈ. ആഷ്മിയുടെ ഒരു പാഴ്സൽ ഉണ്ടായിരുന്നു. അത് വെച്ചാൽ കടയിൽ വന്നിട്ട് ഇനി നമുക്ക് തക്കാളി ചോറ് ഉണ്ടാക്കേണ്ടത്. സോ നമുക്ക് തൈര് വാങ്ങാൻ പറ്റാം. തൈര് വാങ്ങാം ഗൈസ്. നമ്മൾ
തൈര് വാങ്ങിച്ചു, പിന്നെ ഞാൻ ഒരു പേപ്പർ ബോട്ട് വാങ്ങിച്ചു. തണുത്തത് കുടിക്കാൻ പാടില്ലാത്തതാണ്, പക്ഷേ സ്റ്റിൽ എനിക്ക് വയ്യ, ചത്തു. മുഖത്താണെങ്കിൽ എനിക്ക് ഇറിറ്റേഷൻ ആവും. നമുക്ക് എന്തായാലും ഫ്ലാറ്റ് ക്ലീൻ ചെയ്യാം, എന്നിട്ട് ഒരുമിച്ച് കുളിക്കാം. നമ്മൾ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറി. ഇതിൽ സ്റ്റക്ക് ആവുമെന്ന് എനിക്ക് അറിയില്ല. സ്റ്റക്ക് ആയാലും എനിക്ക് വിളിക്കാൻ പോലും ഇവിടെ ആരുമില്ല. എപ്പോഴും സ്റ്റക്ക് ആവുന്നൊരു പരിപാടി ഉണ്ട്. കുറച്ച് ക്രീപ്പി ആവാന്ന് വെച്ചു. സ്റ്റക്കായില്ല തോന്നുന്നു. ഇല്ലില്ല തോന്നുന്നു. ഗൈസ്, ഇന്നത്തെ ദിവസം ഞാൻ അവിടെ നിന്ന് വന്ന് പൊടിയിലിങ്ങനെ എന്താ പറയുക, ഈ ഹൈലൈറ്റ്സ് ഇട്ട പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുക. ഇതിൽ ക്ലിയർ ആവുന്നില്ല, പക്ഷേ എനിക്ക് കയ്യിലെടുക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഹൈലൈറ്റ്സ്. അപ്പം ഞാൻ ഓർത്തുനിന്ന് ഇവിടെ എന്തൊക്കെ പണി ഇന്ന് എനിക്കുണ്ടോ അതെല്ലാം ചെയ്ത് തീർത്തിട്ട് വൃത്തിക്ക് തേച്ചൊരച്ച് നമുക്ക് കുളിക്കാം. ആദ്യം നമുക്ക് ബാക്കി കുക്കിംഗ് ചെയ്യാം, കാരണം ഇപ്പം തന്നെ 1 മണി ആയിട്ടുണ്ട്. സോ നമുക്ക് അത് വേഗം എന്തായാലും അരിഞ്ഞ് വെച്ചത് നന്നായി. കുക്ക് ചെയ്യാം. ഞാൻ ഡ്രസ്സൊന്നും മാറുന്നില്ല, വേർത്ത് കുളിച്ച് എന്തായാലും ഇത് കഴുകണം. സോ ജസ്റ്റ് മേക്ക് ഓക്കെ. നമ്മൾ ഫ്രിഡ്ജിൽ കഴിഞ്ഞ ദിവസം മാമയും ശ്രീയും കൂടി അരി എടുത്ത് വെള്ളത്തിലിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ചോറുണ്ടാക്കിയില്ല. നമുക്ക് കുക്കർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെള്ളം തലേ ദിവസം ഇട്ട് വെച്ചിട്ട് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്, വേഗം വേകാൻ വേണ്ടിയിട്ട് ഗ്യാസിലാപ്പിക്കാറ്. സോ നമുക്ക് അവർ എടുത്ത് വെച്ചിരുന്ന അരി ഇപ്പുണ്ട്. അതിപ്പം ഇനി 2 ദിവസത്തേക്ക് എനിക്ക് ഉള്ളതുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് അത് എടുത്ത് തിളപ്പിക്കാൻ വെക്കാം. ഒരെണ്ണത്തിൽ നമുക്ക് മസാല ഉണ്ടാക്കാം. ഓക്കെ, വെയിറ്റ്. ഞാനിങ്ങനെ ഓടുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇത് തീർത്തിട്ട് ഫുഡ് കഴിക്കാം. അടുക്കള തൂക്കേണ്ട ആവശ്യമില്ല, റൂം തൂക്കാനുണ്ട്. ബാത്റൂം ഞങ്ങൾ വീക്ക്ലി സ്പെക്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്യാനൊക്കെ. അപ്പം ഞാൻ ഓർത്തുനിന്ന് ഇന്ന് ഞാൻ ചെയ്യും, കാരണം എനിക്ക് ഇന്ന് വേറെ പണി ഇപ്പോൾ ഒന്നും ഇല്ല. അമ്മികാവിൻ്റെ വർക്കൗട്ട് നമുക്ക് പിന്നെ ചെയ്യാം, പക്ഷേ ഇപ്പം നമുക്കത് ചെയ്തിട്ട് ഒന്ന് കുളിച്ച് റെഡി ആയിരിക്കാം. ഓക്കെ, ഇതവർ വെച്ചിട്ട് പോയതാണ്. ഇത് മറ്റേ നാട്ടിൽ പശുവിന് കൊടുക്കുന്ന കാടി വെള്ളത്തിൻ്റെ മണം. ഞാനത് കഴിക്കണോ? ഇല്ല, വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, കുഴപ്പമില്ലായിരിക്കും. നമുക്കിത് ഈ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം എടുത്ത് നോക്കാം. ഓക്കെ, കാടി വെള്ളം ചോറാണോ എന്നെങ്കിൽ അറിയുന്നില്ല. ചിലപ്പോൾ നമുക്ക് ഈ ഫുൾ ചോറ് വെക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ടി മാത്രമുള്ള ഇത്രയും മതിയായിരിക്കും, ഒരു പിടി മതിയെന്ന് തോന്നും. കറിയായിട്ട് ആദ്യം ഇങ്ങനെ വെച്ചിട്ട് മര്യാദയ്ക്ക് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ ഒരു ഡപ്പയ്ക്കകത്താക്കി കുറച്ച് വയ്ക്കാം. നമുക്ക് വൈകിട്ടത് കുറച്ച് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് ഇത്രയും മതി, കാരണം അപ്പോൾ ഇതെനിക്ക് നാളത്തേക്കും കൂടുതൽ അരിയാവും. ഈ കാടി വെള്ളം തന്നെയാണ് ഞാൻ നാളെ കഴിക്കാൻ പോകുന്നത്. മൺഡേ ക്ലാസ്സിൽ പോകുകയും നമുക്ക് കണ്ടറിയാം. അയ്യോ, ഒരു വീട് മുന്നോട്ട് കൊണ്ടുവന്ന വെച്ചാൽ ഇത്ര പാടാ. അമ്മേനെ സമ്മതിക്കണം, ഒന്നും അറിയണ്ടായിരുന്നുകൊണ്ട്. അല്ലെങ്കിൽ എനിക്കിത് തന്നെ വേണം. ഞാൻ വീട്ടിലൊരു പണിയും ചെയ്യാറില്ല, പക്ഷേ ഇപ്പോൾ പണികൾ മാത്രമേ ചെയ്യാറുള്ളൂ. അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സൈഡിൽ ഇത് സത്യം പറ്റി ഡേ ഇൻ മൈ ലൈഫാണോ അതോ കുക്ക് ഇൻ മൈ ലൈഫാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനിത് ചിലപ്പോൾ വലിയ വീഡിയോ ആയിരിക്കും ഗൈസ്, നിങ്ങൾ കാണണേ ഫുള്ളേ. കാരണം ഞാനിതെല്ലാം എടുക്കുന്നില്ലേ, കാണണം. എനിക്കറിയാം നിങ്ങൾ കാണണം, ബിക്കോസ് നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ, അല്ലെന്ന് പറയരുത്, മിണ്ടൂല. സോ നമുക്കിതിടാം. ഇത് ഒരുമിച്ചാണല്ലോ, എന്തേലും ആവട്ടെ. എന്നാലും വലിയ കുക്കറി ഷോ ഒന്നും അല്ലല്ലോ, എനിക്ക് മാത്രം കഴിച്ചാൽ മതി. ഉപ്പിട്ട് ഉപ്പ് കരുകാട് മറ്റേ തക്കാളി കറി ഉണ്ടാക്കി. നല്ലതാട്ടോ, എനിക്കിഷ്ടമായത്. ഞാൻ വിചാരിച്ച പോലെ അത്ര മോശമല്ല. നമുക്ക് കുഴപ്പമില്ല, എന്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മളിത് കഴിക്കും അല്ലേ. ആക്ച്വലി ഇത് ദഹിയാണ്, എനിക്കിതിങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്. ഇതെന്ത് ചോറാണെന്ന് നമ്മൾ പറഞ്ഞാൽ തക്കാളി ചോറെന്നാണ് ഞാൻ ഇട്ടിരിക്കുന്ന പേര്, പക്ഷേ ഇത് കാടിവെള്ള ചോറെന്ന് നമുക്ക് വിളിക്കാം. പോവാം, ഉണ്ടാക്കിയതല്ലേ. ചോറിന് നല്ല പുളിയുണ്ട്, ദഹിക്ക് നല്ല പുളിയുണ്ട്. പുളിച്ചോറ്. സോ പുളിച്ചോറ് ഉണ്ടാക്കുന്ന റെസിപ്പി വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഗൈസ് വയ്യ, നമ്മൾ പുളിച്ച ചോറൊക്കെ കഴിച്ചിട്ട് പുളിച്ച് മത്ത് പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ ശ്രീയും മായയും കൂടി ഇവിടെ വെച്ചായിരുന്നു. അവർ ആലു പ്യാസ് പറാത്തയും കട്ടത്തൈരും ഒക്കെ കഴിച്ച് സുഖമായിട്ടിരിക്കുകയാണ്. ഗൈസ് ഹാപ്പിയാണ്. പിന്നെ ഞാനിവിടെ പുളിച്ച ചോറൊക്കെ കഴിച്ച് പുളിച്ചിരിക്കാന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇന്ന് ബാത്റൂം, ഇപ്പോൾ ഇന്നെനിക്ക് അധികം പണിയില്ല. സോ ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ കുറച്ച് തുണി കൊണ്ട് അത് കഴുകാമെന്ന് വെച്ചു. പിന്നെ വേറെ എന്താ ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. പാത്രങ്ങളെല്ലാം ഓൾമോസ്റ്റ് കഴുകി വെച്ചിരിക്കാം, വേറെ പണിയൊന്നുമില്ല. എനിക്ക് ഞങ്ങളുടെ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം.
അപ്പോൾ ഇത്രയും പരിപാടിയും ചെയ്യാനുണ്ട്. ഓക്കെ, ഹലോ, ഞാൻ പറഞ്ഞിരുന്നില്ല നമുക്ക് ജിമ്മിൽ പോകാം, അതിന് വേണ്ടിയിട്ടുള്ള മെമ്പർഷിപ്പ് എടുക്കണം. അതിന് 700 റുപ്പീസാണ് ഫോർ എൻ ഇയർ. അത് നമുക്ക് നല്ല ലാഭമാണ്. പക്ഷേ എൻ്റെ കയ്യിൽ 700 റുപ്പീസ് ഇപ്പോൾ എടുക്കാനില്ല. ബിക്കോസ് ഞങ്ങൾക്കൊരു മൊഡ്യൂൾ ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ ഓൾറെഡി കുറച്ച് പേ ചെയ്ത് കഴിഞ്ഞു. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ആൻഡ് റെൻറ്റ് കൊടുക്കണം, കുറേ ചിലവുകളുണ്ട്. എനിക്ക് ചിലവാണ് സഹിക്കാൻ പറ്റാത്തത്. ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ബഡ്ജറ്റിൽ പിടിക്കാനായിട്ട്. പക്ഷേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നെഞ്ചുവേദനയാണ്. സോ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജിമ്മിൽ പോകുന്നില്ല. ഗൈസ്, ഹോം വർക്കൗട്ട് ചെയ്ത് തുടങ്ങാൻ നമുക്ക് എന്തായാലും കുറച്ച് നാളത്തേക്ക് ഹോം വർക്കൗട്ടും കൊണ്ടങ്ങ് നടക്കാം. അപ്പം നമുക്ക് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യാം. നമുക്ക് വാഷ്റൂം കഴുകണം, മുറി തൂക്കണം, തുടയ്ക്കണം, എൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കഴുകിയിടാമെന്ന് വെച്ചു. അത്രയും ചെയ്യാം. ഓക്കെ, കാരണം തലയിൽ എണ്ണ വെച്ചിട്ട് ചെയ്യാമായിരുന്നു അല്ലേ. അപ്പം എണ്ണ പിടിക്കുമല്ലോ, നേരെ പിന്നെ പോയി കുളിച്ചാൽ മതി. എന്തായാലും വേർക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. കറണ്ട് ചാർജ് ഞങ്ങൾ ചെയ്തിട്ടിട്ട് ഇപ്പം ഇന്നലെ 63 കടത്ത് 33 ഞാൻ ഫുള്ള് ഫാൻ മാത്രമേ ഞാൻ യൂസ് ചെയ്തുള്ളൂ. ബട്ട് സ്റ്റിൽ ഗൈസ്, നിങ്ങൾ നോക്കിയിട്ട് പറയാൻ കുളിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഓൾറെഡി കുളിച്ചു. നമ്മൾ എല്ലാം ക്ലീനിങ്ങും ചെയ്യുകയാണെങ്കിൽ വയ്യ. അയ്യോ, തുടയ്ക്കണം ഗൈസ്. അപ്പം നമുക്ക് നമ്മുടെ മെയിൻ സാധനം എടുക്കാം. ക്ലോസറ്റ് ഗൈസ്. അയ്യോ അയ്യോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല ഈ ബാത്റൂം ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞത്. എൻ്റെ ദൈവം. അപ്പം നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തലയിൽ എണ്ണ തേച്ച് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ കുറച്ച് റോസ്മേരി ലീവ്സ് വീക്ക്ലി നമ്മൾ ചെയ്യാറുണ്ടല്ലോ, അത് ചെയ്തു. ഇനി നമുക്ക് മുഖത്ത് ഫേസ് പാക്ക് ഇടാം. ബിക്കോസ് ഇന്ന് പോയി ടാൻ അടിച്ച് മുടിഞ്ഞിരിക്കുകയാണ്. സോ നമുക്ക് ഫേസ് പാക്ക് കൂടി ഇട്ട് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി റെസ്റ്റ്. ഇനി ഒരു പണി എടുക്കത്തില്ല, നമുക്ക് ഇനി കുറച്ച് വർക്ക് ചെയ്യാം, അസൈൻമെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓക്കെ, കുളിക്കുന്നത് കാണിക്കാൻ പറ്റില്ല കേട്ടോ. കുളിച്ചിട്ടില്ല ഗൈസ്, നമ്മൾ കുളിച്ച് വന്നിരിക്കുകയാണ്. ആൻഡ് ഞാൻ അത് ഉച്ചയ്ക്ക് കഴിച്ചതെല്ലാം നമ്മൾ ജോലി ചെയ്തത് പോയതുകൊണ്ട് ഞാൻ വേറെ ഒരു ഇപ്പി ഉണ്ടാക്കി, എന്നിട്ട് കോഫി ഉണ്ടാക്കി. പിന്നെ തുണി ഞാനെടുത്ത് വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ട്, കറങ്ങി കളിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ അലാം അടിക്കും. അപ്പോൾ നമുക്ക് പോയി ഡ്രയറിലിടാം. സോ ഞാൻ ഇപ്പി ഉണ്ടാക്കി, ഒരു വലിയ അണ്ടാവിലാണ് ഉണ്ടാക്കി വെച്ചത്. ഞങ്ങൾക്ക് പാത്രം ഒന്ന് ഇപ്പി, നമുക്ക് ഇപ്പം ഇത് കഴിക്കാം. വിഷമമുണ്ടാന്ന് തോന്നുന്നു. ഇപ്പിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ്. ഞാൻ കഴിച്ചിട്ട് വരാവേ. ഞാൻ കോഫി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അതും കാണിക്കണം. എല്ലാം ഞാൻ ഉണ്ടാക്കിയതെല്ലാം ഞാൻ കാണിക്കും. കാരണം ഞാൻ ഉണ്ടാക്കാനൊക്കെ പഠിച്ചു എന്ന് എല്ലാവരും അറിയണം. ഞാൻ കോഫി ഉണ്ടാക്കാൻ പഠിച്ചു. സൂപ്പറാട്ടോ, ആണ് സത്യത്തിൽ നല്ലതാണ്. അപ്പം ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ആ തുണി ഇപ്പം അലാറം അടിച്ചു കഴിഞ്ഞാൽ അതോടും കൂടി എടുത്ത് മാറ്റിയിട്ട് റെസ്റ്റ് എടുക്കണം. ഒന്ന് നടുവ് നിവർത്തി കുറച്ച് നേരം ഇങ്ങനെ കിടക്കണം. ഉറങ്ങിയാൽ ഉറങ്ങി. പിന്നെ വർക്കുണ്ട്, നമുക്ക് ടൈം ലൈൻ ഉണ്ടാക്കാനുണ്ട്. എനിക്ക് കിട്ടിയ ബ്രാൻഡ് ഫെറിഗാമോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ ടൈം ലൈൻ എനിക്ക് ഉണ്ടാക്കണം. സോ നമുക്കത് കുറച്ച് യൂട്യൂബിലെ റെഫറൻസ് ഒക്കെ നോക്കിയിട്ട് അത് കുറച്ച് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നാളെ പകലൊന്നും ഒരു പണിയില്ലാതിരിക്കുന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യും. മറ്റന്നാൾ സബ്മിഷനാണ്. സോ ഡയറ്റാട്ടോ, ഷുഗർ ഫ്രീ ഡയറ്റാണ്. ഞാൻ ഉറങ്ങിയില്ല, കാരണം തുണി ഉണങ്ങാണ്ട് ഡ്രയറിലിടാണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. കഴിഞ്ഞെന്ന് തോന്നുന്നു. അല്ല, ഇനി ഒരു ട്രിപ്പും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞത് വിരിച്ചിട്ട് ഞാൻ ഉറങ്ങുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് നടനിവർത്തി ഒന്ന് കടക്കണം. അപ്പം ഗൈസ്, നമ്മുടെ തുണിയെല്ലാം ഡ്രയറായിട്ടുണ്ട്. നമുക്കൊന്ന് വിരിച്ചു കൂടി ഇടണം. ഞാൻ എന്താ ഇത് കത്തിച്ച് വെച്ചു. എനിക്ക് അമ്മ തന്നു വിട്ട ഞാനായിരുന്നു. അയ്യോ, ഇതിട്ടാൽ എനിക്ക് റൂമിൽ ഇതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു സാൻഡലിൻ്റെ സ്റ്റിക്ക്. സോ അത് ഞാൻ ഇവിടെ കത്തിച്ച് വെച്ചിട്ട് റൂം ഫുള്ള് പുകയ്ക്കുവാണ്. നല്ല മണമായിരിക്കും. പിന്നെ നമുക്ക് വർക്കുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോയി ആ തുണി അവിടെ നിന്ന് അങ്ങ് വിരിച്ചിടാം. ആ പണിയും കഴിയട്ടെ. അതുവരെ ഇതിനകത്തിരുന്നത് പോകാൻ തീരട്ടെ. നമുക്ക് ഫാൻ ഓഫ് ചെയ്തിട്ട് പോകും. അയ്യോ, ആക്ച്വലി എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. അയ്യോ, ഇതിവിടെ ഇങ്ങനെ ഇരിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ അത്രയും ഉണങ്ങി കിട്ടി. സോ ഇത് നമുക്ക് ബക്കറ്റിലാക്കി അവിടെ എവിടെയെങ്കിലും നമുക്ക് പിരിച്ചിടാം.
തുണി എടുത്ത് നമുക്ക് ഫ്രണ്ടിൽ കൊണ്ട് വിരിച്ചിടാം. ഇവിടെ ഇനി സ്ഥലമില്ല, ഓൾറെഡി നമ്മൾ ഇത്രയും തുണി ഇട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ കൊണ്ട് വിരിച്ചിടാം. അങ്ങനെ കാണാൻ പറ്റുന്നില്ലല്ലോ ഇരുട്ടല്ലേ. ബൈ. ആക്ച്വലി എനിക്ക് ഫ്രണ്ട് ബാൽക്കണിയിൽ വിരിച്ചിടുന്നത് ഇഷ്ടമല്ല, പക്ഷേ ഇപ്പം നമുക്ക് ഓപ്ഷനില്ല. ഇത്രയും തുണി നമ്മൾ കഴുകിയിരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ വിരിച്ചിടാം. പാല് വാങ്ങാം. നമ്മുടെ വാതിക്ക് കടയുണ്ട്. ഞാൻ എന്ത് പറഞ്ഞു? അത് എന്നെ കടിക്കാനുള്ള നിപ്പാന്ന് തോന്നുന്നു. എനിക്ക് ഇറങ്ങി പോവാതിരിക്കാനും പറ്റത്തില്ല. എന്ത് പാല് വാങ്ങിച്ചു. നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോവാണ്. ലിഫ്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. സാധാരണ മൂവ് ചെയ്യാറില്ല, സ്റ്റക്കാവുന്നതാണ്. സെക്കൻഡ് ഫ്ലോർ. ഗൈസ്, ഞാനിനി ഒറ്റയ്ക്കല്ല, എൻ്റെ ഫ്ലാറ്റ് മേറ്റ്സ് തിരിച്ചു വന്നു. അത് വൈകിട്ട് വന്നായിരുന്നു, പറയാൻ മറന്നുപോയി. സോ അവർ വന്നു. അപ്പം ഞാനിനി ഒറ്റയ്ക്കല്ല. ആൻഡ് നല്ല മണം, നല്ല ഫ്രഷ് ആയിരിക്കുന്ന റൂം. എനിക്കിത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത് വാങ്ങി. ഒരു പാക്കറ്റ് നമ്മൾ വന്നു കിട്ടുള്ളൂ, അതിനകത്താണ് കുറച്ചേ ഉള്ളൂ. ഇനി പാഴ്സലാക്കി ചെയ്യുമ്പോൾ അത് കഴിക്കാൻ പറയാം. എനിക്കിത് ഇഷ്ടമാണ്. ഭയങ്കര ഫ്രഷ് ഫീലുണ്ട് റൂമിൽ. ആൻഡ് പള്ളിയുടെ കറി ബാലൻസ് ഇരിപ്പുണ്ട്. 2 ബ്രെഡുണ്ട്, അത് കഴിക്കാം. മുട്ടയും വറുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. നമുക്ക് കുറച്ച് ആപ്പിൾ കഴിക്കാം കേട്ടോ. ഒരു ആപ്പിൾ മുറിക്കാൻ പോലും അറിയില്ല. നമുക്ക് ഗൈസ് നാളെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ വെക്കാം. വേറെ വഴിയില്ല, പക്ഷെ അത് അത്യാവശ്യം നമ്മുടെ സ്റ്റൊമക്ക് ഫില്ലാവും. സോ ഈസിയാണ്. കൈയൊക്കെ നല്ല വേദനയുണ്ട് കേട്ടോ എനിക്ക്. ഡേറ്റ്സ്, മിൽക്ക്, ഓംലെറ്റ്. ദൈവമേ, ഇത് പൊട്ടിത്തെറിക്കുമോ? ഓംലെറ്റ് ഉണ്ടാക്കണോ അതോ ചുമ്മാ നമുക്ക് മുട്ട പൊട്ടിച്ച് വേവിച്ച് ബ്രെഡുമായിട്ട് കഴിക്കാം. വലിയ ആഡംബരങ്ങളൊന്നുമില്ല. ഒന്ന് പോയായിരുന്നു നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയ കാര്യം. പിന്നെ നമ്മുടെ പൊട്ടിയ മുട്ടയുണ്ട്. അയ്യോ, ആശയം ഫോക്കസ് ആവുന്നില്ലല്ലോ, പൊട്ടിയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. സത്യത്തിൽ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചോന്ന് അറിയില്ല, മേജർ പാർട്ടും എനിക്ക് ഇവിടെ പണിയെടുത്ത് തന്നെയാണ് പോണത്. സാറ്റർഡേ പണിയെടുത്ത് പോയി കാത്തിരുന്നാണ് ഒരു സാറ്റർഡേ കിട്ടുന്നത്. അതും ഇങ്ങനെ പണിയെടുത്ത് ഹോസ്റ്റലിൽ നിന്ന് മാറിയ പിന്നെ ഇതൊക്കെ തന്നെ. ഇതിൻ്റെ ടേസ്റ്റൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. മുട്ട കോഴി ഇടുന്നു, കഴിക്കുന്നു. പിന്നെ നമ്മൾ തക്കാളിക്കറി ഉച്ചയ്ക്ക് നല്ലതായിരുന്നു പറഞ്ഞായിരുന്നു. സ്കിൻ കെയറും കൂടി ചെയ്തിട്ട് കിടക്കാം. ഓക്കെ, ഈ ഐസാണ്. ഐസ് വെക്കാൻ നോക്കും. മുഖത്തൊരു കുരുവൊക്കെ വന്നിട്ടുണ്ട്, കണ്ടായിരുന്നു നിങ്ങൾ. സോ ഐസ് വെച്ച് ഐസ് ഇനി നമുക്ക് സിറം. ഇതൊക്കെ ഞാൻ നിങ്ങൾ ഓൾറെഡി വ്ളോഗിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളതാണ്. മിനിമലിസ്റ്റിൻ്റെ സിറം. വർക്കൊക്കെ ഓർത്തിട്ട് തന്നെ എനിക്ക് ടെൻഷൻ ആയിട്ട് പയ്യെ എനിക്ക് മുടി ചീവാൻ എനിക്ക് പേടിയായിട്ട്. ഇന്ന് ക്ലീൻ ചെയ്തേ ഉള്ളൂ. ഇത്രയും മുടി കൊഴിയുമോ എനിക്ക്? മുടി നമുക്ക് ഞാൻ കിടക്കുന്ന പിന്നെ കിട്ടിയിട്ട് കിടക്കാം. ഇതിൻ്റെ മണ്ടയ്ക്കകത്ത് ഒടിഞ്ഞു പോയി, താഴെ പോയി. ഇനി നമുക്ക് മോയ്സ്ചറൈസർ തേച്ച് കൊടുക്കാം. മോയ്സ്ചറൈസർ ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് ഹിന്ദിയിൽ പറയൂ, ഇംഗ്ലീഷിൽ പറയൂ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ടിരിക്കുന്നു. ഹിന്ദി എനിക്ക് ഒട്ടും അറിയില്ല. ഇംഗ്ലീഷ് നമുക്കിനി തൊട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ, പക്ഷേ എനിക്ക് എപ്പോഴും എൻ്റെ മദർ ടങ്ങിൽ പറയാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇംഗ്ലീഷ് പറയുമ്പോൾ ഞാൻ പെറുക്കിയൊക്കെ പറയത്തുള്ളൂ. ഭയങ്കര പാടാണ്. പിന്നെ ഫുൾ ഓഫ് ഗ്രാമർ മിസ്റ്റേക്കും ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അതാണ് ആ റിസ്ക് എടുക്കാത്തത്.
പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മുടെ വീഡിയോസ് കാണുന്നത് നോർത്ത് ഇന്ത്യ എന്നുള്ളവരാണെന്ന് തോന്നുന്നു. അവർക്ക് ഞാൻ എന്തോ പേക്കൂത്ത് പറയുന്ന പോലെ ആയിരിക്കും തോന്നുന്നത്. ഒന്നും മനസ്സിലാവില്ല. നമുക്ക് നോക്കാം. സ്കിൻ കെയറും കഴിഞ്ഞു. ഇനി മുടി കെട്ടിവെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ പോവാണ്. നമുക്ക് നിങ്ങൾക്കൊക്കെ ഈ നമ്മുടെ നാട്ടുകാരൊക്കെ നുള്ളി പിന്നി കെട്ടി കെട്ടത്തില്ല അമ്പലത്തിലൊക്കെ പോകുമ്പോൾ. അത്രേ ഉള്ളൂ എനിക്ക് എൻ്റെ എല്ലാ മുടിയും കൂടി പിന്നി കഴിഞ്ഞാൽ. അയ്യോ ഒരു വശത്തേക്കിട്ട് പിന്നിയുണ്ട് മുടി ഒരു വശത്തേക്ക് നീക്കുന്നേ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. സോ വീണ്ടും കിട്ടി മുടി. ഇത് എനിക്കറിയത്തില്ല. സ്ട്രെസ്സായി. അയ്യോ അപ്പം നമുക്കിനി വർക്ക് ചെയ്യാമല്ലേ. സമയം എന്തായെന്ന് അറിയില്ലല്ലോ. 8:33. അപ്പോൾ ഗൈസ് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഇപ്പം വരെ ഉള്ളത് എന്തൊക്കെ നടന്നു എന്ന് ഞാൻ കാണിച്ചു. അതൊന്നൊരു സാറ്റർഡേ ആയിരുന്നു. അപ്പം അത് ഒറ്റയ്ക്കായിരുന്നു നമ്മൾ ഇന്നലെ തൊട്ട് ഇന്ന് വരെയും. ഇന്നിപ്പം അവരും കൂടി വന്നേ പറഞ്ഞില്ലേ വന്നു. അപ്പം ഇനി നമുക്ക് ഈ വർക്കും കൂടെ തീർത്തിട്ട് നേരത്തെ കിടക്കണം. നല്ല ക്ഷീണമുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നല്ല വേദന. ആ ബാത്റൂമിൽ നിന്ന് ഉറച്ച് കഴിയേണ്ടാന്ന് തോന്നുന്നു. നല്ല വേദനയുണ്ട്. എനിക്കറിയില്ല നാളെ ഇനി കൈ പൊങ്ങുമെന്ന്. എന്തായാലും നമുക്കിത് കുറച്ച് തീർക്കാൻ പറ്റില്ല. എന്നാലും പകുതി ചെയ്തിട്ട് നമുക്ക് കിടക്കാം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം അങ്ങ് ചെയ്തേക്കണം കേട്ടോ. നമുക്ക് ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. ഓക്കെ, ബൈ ഗൈസ്. ആൻഡ് നമുക്ക് 40K സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ്. ഐ എം വെരി ഹാപ്പി. ആൻഡ് എല്ലാവരും എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ലവ് യു ഗൈസ്. ബൈ.